വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമുക്ക് ഇങ്ങനത്തെ കുറേ വീഡിയോസ് ഒക്കെ നമ്മൾ യൂട്യൂബിലും ഇതിലൊക്കെ കാണാൻ പറ്റും. ആനിമേഷൻ വീഡിയോസ് മറ്റു പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഇങ്ങനത്തെ എന്താ പറയുക കാർട്ടൂൺ സ്റ്റോറീസും അങ്ങനത്തെ കുറേ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനത്തെ വീഡിയോ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളൊരു ചെറിയ ടിപ്പും അതിനുള്ളൊരു ഐഡിയയും പിന്നെ ഞാൻ ഈ ഇമേജ് എങ്ങനെ ഫോട്ടോയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്കൊരു AI ടൂൾ വേണം. ഫോട്ടോന്ന് നമുക്ക് വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേറൊരു AI ടൂൾ വേണം. അങ്ങനെ നമ്മൾ ഈ 2-3 AI ടൂളൊക്കെ യൂസ് ചെയ്യണം ഒരു ഫോട്ടോ എടുത്തിട്ട് ഒരു വീഡിയോയിലേക്ക് മാറ്റിയെടുക്കാൻ ഇങ്ങനത്തെ ആനിമേഷൻ സ്റ്റോറി ഒക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പൊ അതൊക്കെ നമുക്ക് എങ്ങനെ ഫുള്ളി ഫ്രീ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒറ്റൊരു AI ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് പുതിയൊരു AI ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഇന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെയാ നോക്കിയാലോ. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ റിലേറ്റഡ് വീഡിയോസ് ഞാൻ ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നതാണ്. ഇപ്പോൾ AI കുറിച്ച് അറിയാനും അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരൊക്കെ ബെല്ലൈക്കൺ ഒന്ന് ഇനേബിളും ചെയ്ത് ഇടുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് നമ്മളെ ഗൂഗിളിൽ പോവാം. ഇത് നിങ്ങൾക്ക് ഫോണിലും യൂസ് ചെയ്യാം, എന്തിലും ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് നമ്മളെ ഏത് AI ടൂളാണ് നമുക്ക് നോക്കി നോക്കാം. മെറ്റാ AI, അതാണ് നമ്മളിന്ന് യൂസ് ചെയ്യുന്ന ടൂള്. മെറ്റാ AI എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഇതവിടെ നിങ്ങൾക്ക് കാണാം താഴെ ഒരു ഐക്കൺ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് തന്നെയാണോ എന്ന് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. കംപ്ലീറ്റ്ലി ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ആസ്ക് മെറ്റാ AI എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ നമുക്ക് എന്താണോ ഇത് വേണ്ടത്, എങ്ങനത്തെ ഇമേജാണ് വേണ്ടത്, നമുക്കൊരു പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പ്രോംപ്റ്റ് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവരൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇമേജിൻ്റെ ഒരു ഡീറ്റെയിൽ എങ്ങനത്തെ ഇമേജ് ആണെന്നൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിനനുസരിച്ചുള്ള ഇമേജ് ഒരു ക്രിയേറ്റ് ചെയ്ത് തരും. AI ടൂൾ ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ അതിനുള്ള എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് കൊടുക്കുന്നതിനാണ് നമ്മൾ പ്രോംപ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൊടുത്തു വെച്ചാൽ എ ഗ്രൂപ്പ് മീറ്റിംഗ് ഇൻ എ കേവ് ഓൾ ആനിമൽസ് ആർ ടുഗദർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒരു കേവിലൊരു മീറ്റിംഗ് എല്ലാ ആനിമൽസും ഒരുമിച്ചുണ്ട് എന്നുള്ളതാണ് ടൈപ്പ് ചെയ്ത് കൊടുത്ത്. ഇനി നമുക്കവിടെ ജനറേറ്റിനുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതവിടെ നിങ്ങൾക്ക് 4 ഇമേജ് ജനറേറ്റ് ചെയ്യണം കാണാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ അത് ജനറേറ്റ് ആയി. ആകെ 2-3-4 സെക്കൻഡ് ഉള്ളൂ. ഓക്കെ, ഇതവിടെ നിങ്ങൾക്ക് കാണാം 2-3 ഇമേജ് വന്നിരിക്കുന്നത്. ആനിമൽസ് ഗ്രൂപ്പ് മീറ്റിംഗ് ഇൻ എ കേവ് ഓൾ ആനിമൽസ് ആർ ടുഗദർ 2-3 ഇമേജ് ഒക്കെ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിൽ ഇത് സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനാണെങ്കിൽ ഇമേജ് മാത്രം മതി. അത് അവിടെ ഡൗൺലോഡ് ഓപ്ഷനിൽ ഡൗൺലോഡ് ചെയ്യുക. ഇത് ഇനിയിപ്പോൾ ആനിമേറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് അടിയിലൊരു ഓപ്ഷൻ കാണാം, ആനിമേറ്റ് എന്ന് പറഞ്ഞിട്ട്. അത് ഡിസ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷനും കാണാം. ഡിസ്ക്രൈബ് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും മൂവ്മെൻറ്റോ എന്തെങ്കിലും അനക്കങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ, ഒറ്റങ്ങൾ ചലിക്കുന്ന പോലെയൊക്കെ കൊടുക്കണമെങ്കിൽ അപ്പോൾ നമുക്ക് അതിൽ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ആനിമേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ആനിമേറ്റ് ആയി വരുന്നതിൻ്റെ ഇത് ഇവിടെ കാണാം. അപ്പോൾ അതും ഒരു ആകെ 2-3-10 സെക്കൻഡ് ഒക്കെ എടുക്കുള്ളൂ. എളുപ്പത്തിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ കാണാം ഇതിൽ കോയിൻസോ അങ്ങനത്തെ വേറെ ഇതൊന്നും കാണിക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ കാണാം ഒരു വീഡിയോ രൂപത്തിലായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് സുഖമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് ഇതിന് നമുക്ക് ഇനി ഒരു സ്റ്റോറി ടെല്ലിംഗ് പോലെ നമുക്കൊരു വോയിസ് ഒക്കെ കൊടുത്താൽ ഇത് തന്നെ ഒരു 2-3 ഇമേജ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെ നമ്മളെ നേരത്തെ കണ്ടില്ലേ യൂട്യൂബിൽ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഉണ്ടാക്കുക. ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് കേൾക്കുന്നു. മനസ്സിലായ ചാനലൊന്ന് എന്തായാലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. അപ്പോൾ താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം.